ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുഡ് എന്ന വാക്കിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വാചകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എനിക്ക് എഴുതാൻ കഴിഞ്ഞോ, എനിക്ക് എഴുതാൻ കഴിഞ്ഞോ, ചോദ്യം അല്ലേ. അപ്പൊ നമ്മുടെ കഴിവിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. കുഡിന്റെ കൂടെ എപ്പോഴും എന്ത് ഫോം ഉപയോഗിക്കും? വെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്ന് നെഗറ്റീവ് ആണ് കാണുന്നത്. എനിക്ക് എഴുതുവാൻ കഴിഞ്ഞില്ല, മൂന്നാമത്തെ വാചകം. അപ്പൊ ആദ്യത്തേത് എന്തായിരുന്നു? ഐ കുഡ് റൈറ്റ്, എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു. അതിന്റെ ചോദ്യം കുഡ് ഐ റൈറ്റ്, എനിക്ക് എഴുതുവാൻ കഴിഞ്ഞോ? അതായിരുന്നു രണ്ടാമത്തേത് നമ്മൾ കണ്ടത്. ഇന്ന് കാണുന്നത് മൂന്നാമത്തേതാണ്. ഐ കുഡ് നോട്ട് റൈറ്റ്, എനിക്ക് എഴുതുവാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ വയ്ക്കുന്നത് നോട്ട് ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി വയ്ക്കും അല്ലെ. കുഡ് റൈറ്റിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി നോട്ട് വയ്ക്കുമ്പോൾ നെഗറ്റീവായി, കഴിഞ്ഞില്ല. അങ്ങനെ ഷോർട്ട് ഫോം ഉണ്ട്, കുഡിന്റ് എന്ന് പറയാം. കുഡിന്റ്, കുഡ് നോട്ടും കുഡിന്റും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഐ കുഡിൻ റൈറ്റ്, ഐ കുഡിൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഐ കുഡ് നോട്ട് റൈറ്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ആണെന്ന് കാണുന്നത്. അപ്പൊ കുഡിന്റെ മൂന്നാമത്തെ വാചകം ഐ കുഡ് റൈറ്റ്, അതിന്റെ ക്വസ്റ്റ്യൻ കുഡ് ഐ റൈറ്റ് എന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ആണ്, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ബേസ് ഫോം ആണ്. ഐ കുഡ് നോട്ട് റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഐ കുഡിൻ റൈറ്റ്, ഐ കുഡിൻ റൈറ്റ്, ഐ കുഡിൻ ഗോ, ഐ കുഡിൻ കം, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയാം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് വെർബ് വെച്ചും നമുക്ക് പറയാൻ പറ്റും. വളരെ ഈസിയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ. ഐ കുഡ് നോട്ട് റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് സിംഗ്, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഡു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓർ ഐ കുഡിൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഗോ, എനിക്ക് പോകുവാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ പോകാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ ഐ കുഡ് നോട്ട് ഗോ, ഇന്നലെ എനിക്ക് ആ മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ല. യെസ്റ്റർഡേ ഐ കുഡ് നോട്ട് ഗോ ഫോർ ദ മീറ്റിംഗ്, ഫോർ ദ മീറ്റിംഗ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഐ കുഡ് നോട്ട് ഹെൽപ്പ്, എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ദം, ഓർ ഐ കുഡ് നോട്ട് ഹെൽപ്പ് ദം. ഐ കുഡ് നോട്ട് വിസിറ്റ്, എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ പാരൻസിനെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് visit, I could not visit my parents, I could not visit my parents, I could not visit my parents. ഇങ്ങനെ നമ്മൾ ആവർത്തിക്കണം. ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ വിക്ക് ഞങ്ങൾ, നമ്മൾ രണ്ടർത്ഥമുണ്ട്. വി കുഡ് നോട്ട് റൈറ്റ്, ഞങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് സിംഗ്, നമുക്ക് പാടാൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് ഡു ഇറ്റ്, നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ഹോംവർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ അവർ ഹോംവർക്ക് വി കുഡ് നോട്ട്, അങ്ങനെ പറയില്ല. വി കുഡ് നോട്ട് ഡു അവർ ഹോംവർക്ക്. ഇംഗ്ലീഷിന്റെ സ്റ്റൈൽ അതാ, അത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. വി കുഡ് നോട്ട് ഡു അവർ ഹോംവർക്ക്. വി കുഡ് നോട്ട് ഗോ, ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് ഹെൽപ്പ്, ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. വി കുഡ് നോട്ട് ഹെൽപ്പ് ഹർ, വി കുഡിന്റ് ഹെൽപ്പ് ഹർ. ഇത് മാറി മാറി പറയാം, ഏതെങ്കിലും പറയാം. വി കുഡ് നോട്ട് വിസിറ്റ്, ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഇനി യുവിന് നീ, നിങ്ങൾ, താങ്കൾ, പല വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. യു കുഡ് നോട്ട് റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിഞ്ഞില്ല. നിനക്ക് നിന്റെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. യു കുഡ് നോട്ട് റൈറ്റ് യുവർ എക്സാം. ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കുക. അപ്പൊ നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ അത് കഴിഞ്ഞ ഉടനെ വെർബ് പറയും. ഇംഗ്ലീഷിന്റെ സ്റ്റൈൽ അതാണ്. അതിനുശേഷമാണ് ബാക്കിയെല്ലാം പറയുന്നത്. ഓരോ ഭാഷയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. യു കുഡ് നോട്ട് റൈറ്റ്, യു കുഡ് നോട്ട് സിംഗ്, നിനക്ക് പാടാൻ കഴിഞ്ഞില്ല. യു കുഡ് നോട്ട് ഡു ഇറ്റ്, നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. യു കുഡ് നോട്ട് ഗോ, നിനക്ക് പോകുവാൻ കഴിഞ്ഞില്ല. യു കുഡ് നോട്ട് ഹെൽപ്പ്, ഓർ യു കുഡിൻ ഹെൽപ്പ്, നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയില്ല. യു കുഡിൻ ഹെൽപ്പ് അസ്, യു കുഡ് നോട്ട് ഹെൽപ്പ് അസ്, അല്ലെങ്കിൽ യു കുഡിന്റ് ഹെൽപ്പ് അസ്. യു കുഡ് നോട്ട് വിസിറ്റ്, നിനക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഹി എന്ന് പറയുമ്പോൾ അവൻ, അയാൾ, അദ്ദേഹം, ആ വാക്കുകളൊക്കെ ഉണ്ട്. അവന് എഴുതാൻ പറ്റിയില്ല. ഹി കുഡ് നോട്ട് റൈറ്റ്. അവന് പാടാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് സിംഗ്. അവന് ചെയ്യാൻ പറ്റിയില്ല. ഹി കുഡ് നോട്ട് ഡു.
or he couldn't do. അവന് പോകാൻ സാധിച്ചില്ല, he could not go. അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല, he could not help or he couldn't help. അവനെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല, he couldn't visit. she എന്ന് പറയുമ്പോൾ അവൾ അല്ലേ. അവൾക്ക് എഴുതാൻ സാധിച്ചില്ല, she could not write. അവൾക്ക് പാടുവാൻ കഴിഞ്ഞില്ല, she could not sing. അവൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, she couldn't do it or she could not do it. അവൾക്ക് പോകാൻ കഴിഞ്ഞില്ല, she couldn't go or she could not go. അവൾക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ല, she could not help them or she couldn't help them. she couldn't visit. അവൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. നമ്മളിത് ആവർത്തിക്കണം. ഇപ്പൊ I could not write, അതൊരു 10 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ നമ്മൾ ഭാഷ പഠിക്കുള്ളൂ. they could not write, അവർക്ക് എഴുതാൻ കഴിഞ്ഞില്ല. they could not sing, അവർക്ക് പാടാൻ കഴിഞ്ഞില്ല. they couldn't do it, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. they couldn't go, they could not go, അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. they could not help, അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. they could not visit, അവർക്ക് വിസിറ്റ് ചെയ്യാൻ സന്ദർശിക്കാൻ സാധിച്ചില്ല. ഇതാണ് നമ്മൾ മൂന്നാമത്തെ വാചകം. അപ്പൊ കുഡിന്റെ ആദ്യത്തെ വാചകം എനിക്ക് എഴുതാൻ കഴിഞ്ഞു. ചോദ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞോ. മൂന്നാമത്തേതാണ് ഇന്ന് നമ്മൾ കണ്ടത്, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ മലയാളം പറയുന്നു, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു. എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല ഒരാൾ പറയുന്നു, അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് I couldn't write. അങ്ങനെ 10 പ്രാവശ്യം ആവർത്തിക്കുന്നു. വാക്കുകൾ ഇവിടെ വെർബുകൾ മാറ്റി മാറ്റി വെക്കാം, പക്ഷെ എപ്പോഴും ബേസ് ഫോം വെക്കണമെന്നേ ഉള്ളൂ. ബേസ് ഫോം നമുക്കറിയാം, ഡിക്ഷണറിയിൽ കാണുന്ന എഴുതുക, വരിക, പോവുക, അർത്ഥം കാണുന്ന വാക്കുകളാണ് ബേസ് ഫോം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.